നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. മാസങ്ങൾ നീണ്ട തർക്കങ്ങൾക്ക് ശേഷം ജർമ്മനിയിൽ നിർബന്ധിത സൈനിക സേവനം വേണ്ടെന്ന് മെർസ് സർക്കാർ തീരുമാനിച്ചു. എന്നാൽ 18 വയസ്സുള്ള എല്ലാ ആളുകളും ഒരു ചോദ്യാവലി പൂരിപ്പിക്കേണ്ടതുണ്ട്. യുവാക്കൾ ഉടൻ തന്നെ നിർബന്ധിത ശാരീരിക പരിശോധനകൾക്ക് വിധേയരാകേണ്ടി വരും. ജർമ്മൻ സായുധ സേനയായ ബുണ്ടസ്വെയറിന് 10,000-കണക്കിന് സൈനികരെ ആവശ്യമാണെങ്കിലും യുവ ജർമ്മൻകാർക്ക് തൽക്കാലം നിർബന്ധിത സൈനിക സേവനത്തിൽ നിന്ന് ഇളവ് നൽകുന്നത് തുടരും. ജർമ്മൻ സായുധ സേനയിലെ സേവനം കൂടുതൽ ആകർഷകമാക്കും. ഭാവിയിൽ 18 വയസ്സ് തികഞ്ഞ എല്ലാ പുരുഷന്മാർക്കും നിർബന്ധിത ശാരീരിക പരിശോധനകൾ ഉണ്ടായിരിക്കും. 2026ഓടെ 20,000-ഓളം പുതിയ സൈനികരെ നിയമിക്കുക എന്നതാണ് ലക്ഷ്യം. നികുതിക്ക് മുമ്പ് അവർക്ക് പ്രതിമാസം 2,600 യൂറോ ലഭിക്കും. ജർമ്മനി സ്വമേധയാ ഉള്ള റിക്രൂട്ട്മെന്റുകളുമായി സൈനിക സേവനം പുനരാരംഭിക്കും. ബുണ്ടസ്വെയറിൽ നിലവിൽ ഏകദേശം 1,80,000 സൈനികരുണ്ട്. എന്നിരുന്നാലും നാറ്റോ ആവശ്യകതകൾ നിറവേറ്റുന്നതിന് 2035 ആകുമ്പോഴേക്കും കുറഞ്ഞത് 2,60,000 പേരെങ്കിലും ആവശ്യമായി വരും. ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേർസ് ലോകമെമ്പാടുമുള്ള വിദഗ്ധ ജോലിക്കാരെ ജർമ്മനിയിലേക്ക് ക്ഷണിച്ചു. CDU CSU സഖ്യം കുടിയേറ്റ വിഷയത്തിൽ വിമർശനം ഉന്നയിച്ചുവെങ്കിലും ഇപ്പോൾ ചാൻസലർ മെർസും ആഭ്യന്തരമന്ത്രി ഡോബ്രിൻഡും കുടിയേറ്റത്തെക്കുറിച്ച് പോസിറ്റീവായി മാറി. വിദേശത്തു നിന്നുള്ള തൊഴിലാളികളുടെ വിശാലമായ കുടിയേറ്റത്തിനായി ചാൻസലർ മെർസ് വ്യക്തമായി വാദിച്ചിരിക്കുകയാണ്. നമുക്ക് വൈദഗ്ധ്യമുള്ള കുടിയേറ്റം ആവശ്യമാണ്. ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനി ഒരു തുറന്നതും സ്വതന്ത്രവും ലിബറലും സഹിഷ്ണുതയുള്ളതുമായ രാജ്യമാണ്. വിദഗ്ധ തൊഴിലാളി ക്ഷാമവുമായി ബന്ധപ്പെട്ട് ജർമ്മനിയിലേക്ക് വരുന്ന ലോകമെമ്പാടുമുള്ള ആളുകളെ ആകർഷിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജർമ്മൻ റീറ്റെയിൽ ഫെഡറേഷനിൽ സംസാരിക്കുകയായിരുന്നു മെർസ്. കുടിയേറ്റം നിയന്ത്രിക്കപ്പെടണമെങ്കിലും ബ്ലാക്ക് റെഡ് സഖ്യം ക്രമരഹിതമായ കുടിയേറ്റം കുറയ്ക്കാനും എന്നാൽ ജർമ്മനിയിലെ നിയമപരമായ കുടിയേറ്റത്തിലൂടെയും സംയോജനത്തിലൂടെയും നല്ല കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുമെന്നും മെർസ് പറഞ്ഞു. നവംബർ തുടക്കത്തിൽ മന്ത്രിസഭ അംഗീകരിച്ച വർക്ക് ആൻഡ് സ്റ്റേ ഏജൻസി ഈ ലക്ഷ്യം നിറവേറ്റുന്നുണ്ട്. വർക്ക് ആൻഡ് സ്റ്റേ ഏജൻസി നിലവിലെ നിയമനിർമ്മാണ കാലയളവിൽ ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും വലിയ ഡിജിറ്റൽ പദ്ധതിയാണ്. ജർമ്മൻ തൊഴിൽ വിപണിയിലേക്കുള്ള കുടിയേറ്റത്തിന്റെ പൂർണ്ണമായ പുനഃസംഘടനയാണ് ഇതിന് പിന്നിൽ. വർക്ക് പെർമിറ്റുകൾ, താമസാനുമതികൾ, പ്രൊഫഷണൽ യോഗ്യതകളുടെ അംഗീകാരം എന്നിവ അഭയ നടപടിക്രമങ്ങളിൽ നിന്നും സ്വതന്ത്രമായി പൂർണ്ണമായും വേറിട്ട ഒരു ഡിജിറ്റൽ പ്രക്രിയയിൽ ഉൾപ്പെടുത്തുമെന്നും ചാൻസലർ പറഞ്ഞു. ഏജൻസിയുടെ പ്രവർത്തനം ഘട്ടം ഘട്ടമായി ആരംഭിക്കും. കേന്ദ്ര IT ഘടകങ്ങൾക്കായുള്ള ടെൻഡർ 2026 ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നിർദ്ദിഷ്ട ഘട്ടങ്ങളും വിശദമായ സമയക്രമം ഉൾപ്പെട്ട മന്ത്രാലയങ്ങൾക്കിടയിൽ ഏകോപിപ്പിക്കും. സെൻട്രൽ സർവീസ് സെന്റർ ഫോർ പ്രൊഫഷണൽ റെക്കഗ്നിഷനിൽ നിന്നുള്ള വിവര മെറ്റീരിയൽ അനുസരിച്ച് ബാഡൻ ബുട്ടംബർഗ് സംസ്ഥാനത്തിലെ വിദേശ സ്കിൽഡ് തൊഴിലാളികൾക്ക് രാജ്യത്തേക്ക് പ്രവേശിക്കുന്നത് എളുപ്പമാക്കുക എന്നതാണ് സ്റ്റേറ്റ് ഏജൻസിയുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ജർമ്മനി പുതിയ വാതിലുകൾ തുറക്കുകയാണ്. കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ മലയാളികൾക്ക് ജർമ്മനിയിലേക്ക് താല്പര്യമുണ്ടെങ്കിൽ നന്നായി ഭാഷ പഠിച്ചെങ്കിൽ മാത്രമേ ഇതിന്റെ പ്രയോജനം നേടാൻ സാധിക്കൂ എന്നുള്ള കാര്യം ഞങ്ങൾ ഒന്നുകൂടി വ്യക്തമായി പറയുകയാണ്. കൊളോണിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ നവംബർ 14 മുതൽ അടയ്ക്കുന്നത് ദീർഘദൂര പ്രാദേശിക റെയിൽ യാത്രക്കാരെ ബാധിക്കും. റെയിൽവേ ഒരു പുതിയ സിഗ്നൽ ബോക്സ് പ്രവർത്തനക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി 10 ദിവസത്തേക്ക് കൊളോൺ സെൻട്രൽ സ്റ്റേഷൻ പൂർണ്ണമായും അടച്ചിടും. ഇത് പ്രാദേശിക കണക്ഷനുകളിലെ യാത്രക്കാരെയും ബ്രസൽസിൽ നിന്നോ ആംസ്റ്റർഡാമിൽ നിന്നോ വരുന്ന അന്താരാഷ്ട്ര യാത്രക്കാരെയും ബാധിക്കും. വെള്ളിയാഴ്ച രാത്രി 9 മണി മുതൽ നവംബർ 24 പുലർച്ചെ 5 മണി വരെ കൊളോണിലെ സെൻട്രൽ സ്റ്റേഷൻ എല്ലാ പ്രാദേശിക ദീർഘദൂര റെയിൽ ഗതാഗതത്തിനും അടച്ചിരിക്കും. കേൾ ഹൗപ്റ്റ്ബാനോഫിലൂടെ സാധാരണയായി കടന്നുപോകുന്ന ദീർഘദൂര പ്രാദേശിക കണക്ഷനുകൾ നഗരമധ്യത്തിന് ചുറ്റും വഴി തിരിച്ചുവിടും. പുതിയ ഇലക്ട്രോണിക് സിഗ്നൽ ബോക്സും ട്രാക്ക് സ്വിച്ചുകളും സ്ഥാപിക്കുന്നതിനാണ് അടച്ചിടൽ ആസൂത്രണം ചെയ്തത്. എസ്-ബാൻ മാത്രമേ ഇവിടെ നിർത്തുകയുള്ളൂ. നവംബർ 19 രാത്രി 20 രാവിലെ വരെ ഇത് റദ്ദാക്കപ്പെടും. കൊളോണിലെ സെൻട്രൽ സ്റ്റേഷൻ വഴി സാധാരണയായി കടന്നുപോകുന്ന ഡോയ്ച്ചെ ബാന്റെ ദീർഘദൂര ട്രെയിൻ റൂട്ടുകൾ പകരം കൊളോൺ, എയറൻഫെൽഡ് അല്ലെങ്കിൽ മെസെ ഡോയ്ച്ച് സ്റ്റേഷനുകളിലേക്ക് തിരിച്ചുവിടും. ആഹൻ, ബ്രസൽസിലേക്കുള്ള ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിനുകൾ കൊളോൺ, എയറൻഫെൽഡിൽ നിന്നാണ് പുറപ്പെടുക. ആംസ്റ്റർഡാമിലേക്കുള്ള ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിനുകൾ കൊളോൺ, മെസെ ഡോയ്ച്ചിൽ നിന്നും പുറപ്പെടും. ബെർലിനിലേക്കുള്ള 2 മണിക്കൂർ നേരിട്ടുള്ള കണക്ഷൻ കൊളോൺ, മെസെ ഡോയ്ച്ചിൽ നിന്ന് പുറപ്പെടും. മറ്റെല്ലാ ട്രെയിനുകളും റദ്ദാക്കപ്പെടും.
റദ്ദാക്കപ്പെടും. ഹൈസ്പീഡ് ലൈൻ വഴി ഫ്രാങ്ക്ഫർട്ടിലേക്കുള്ള ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിനുകൾ കൊളോൺ മെസ്സെ ഡോയ്ച്ച് വഴിയാണ് ഓടുക. കൊളോണിനും ഫ്രാങ്ക്ഫർട്ടിനും ഇടയിൽ മാത്രം ഓടുന്ന ട്രെയിനുകൾ റദ്ദാക്കപ്പെടും. ബോൺ കോബ്ലൻസ് മൈൻസിലേക്കുള്ള ഇന്റർസിറ്റി എക്സ്പ്രസും ഇന്റർസിറ്റിയും കുറഞ്ഞ ഷെഡ്യൂളിൽ ഓടും. പകരമായി കൊളോൺ സൗത്തിന്റെ ഒറ്റ ട്രെയിനുകൾ നിർത്തും. ബ്രെമനിലേക്കും ഹാംബൂർഗിലേക്കുമുള്ള ഇന്റർസിറ്റി എക്സ്പ്രസും കൊളോൺ മെസ്സെ ഡോയ്ച്ചിൽ നിന്നാണ് പുറപ്പെടുക. നോൺ ഡാഷിലേക്കുള്ള കണക്ഷനുകൾ ഡ്യൂസൽഡോർഫിൽ നിന്ന് മാത്രമേ ഓടുകയുള്ളൂ. ഗരയിലേക്കും ഡ്രസ്ഡനിലേക്കും ഓടുന്ന ഇന്റർസിറ്റി ട്രെയിനുകൾ ഡോട്ട്മുണ്ടിൽ നിന്ന് മാത്രമേ ഓടുകയുള്ളൂ. പ്രതിദിനം 1300ഓളം ട്രെയിനുകളും ലക്ഷക്കണക്കിന് യാത്രക്കാരുമുള്ള കൊളോൺ സെൻട്രൽ സ്റ്റേഷൻ പടിഞ്ഞാറൻ ജർമ്മനിയിലെ റെയിൽ ഗതാഗതത്തിന്റെ ഒരു വലിയ കേന്ദ്രമാണ്. 6 വയസ്സ് മുതൽ എല്ലാ കുട്ടികൾക്കും ജർമ്മനി പ്രതിമാസം 10 യൂറോയുടെ പെൻഷൻ അക്കൗണ്ടുകൾ സ്ഥാപിക്കുന്നു. അടുത്ത വർഷം മുതൽ സർക്കാർ യുവ വിദ്യാർത്ഥികൾക്ക് വിരമിക്കലിനായി പണം നൽകാൻ പദ്ധതിയിടുകയാണ്. പലരും അവരുടെ കരിയർ ആരംഭിക്കുന്നതുവരെ വിരമിക്കലിനായി സമ്പാദ്യം ആരംഭിക്കുന്നില്ല. എന്നാൽ 2026 മുതൽ ജർമ്മനിയിലെ സ്കൂൾ കുട്ടികൾക്ക് ഒരു പുതിയ സർക്കാർ സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. ഏർലി സ്റ്റാർട്ട് പെൻഷൻ നടപ്പാക്കുന്നതിലൂടെ ജർമ്മനിയിലെ സ്കൂൾ കുട്ടികളെ ചെറുപ്പം മുതലേ വിരമിക്കലിനായി സമ്പാദിക്കുന്നതിനെ കുറിച്ച് ചിന്തിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് ഫെഡറൽ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. ജർമ്മനിയിലെ സ്കൂളിൽ പഠിക്കുന്ന ഓരോ കുട്ടിക്കും അവരുടെ പേരിൽ ഒരു വ്യക്തിഗത പെൻഷൻ പോർട്ട്ഫോളിയോയിലേക്ക് പ്രതിമാസം 10 യൂറോ ലഭിക്കും എന്നതാണ്. പേയ്മെന്റുകൾ ജർമ്മൻ സംസ്ഥാനം നടത്തും. 2026 തുടക്കം മുതൽ ഇത് ആരംഭിക്കും. ജർമ്മനിയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില ഉയരുകയാണ്. ചില ഭക്ഷണ സാധനങ്ങളുടെ വില മറ്റുള്ളവയേക്കാൾ വേഗത്തിൽ ഉയരുന്നുണ്ട്. ഊർജ്ജ ബില്ലുകൾ ജർമ്മനിയിലെ ദൈനംദിന ജീവിതം പലർക്കും ചെലവേറിയതായി തുടരുകയാണ്. പ്രഭാത കാപ്പി മുതൽ കാർ അറ്റകുറ്റപ്പണി വരെ ഉയരുകയാണ്. പണപ്പെരുപ്പം വർദ്ധിച്ചു വരുന്ന പ്രക്ഷുബ്ധമായ ഒരു കാലഘട്ടത്തിന് ശേഷം ജർമ്മനിയിൽ അടുത്തിടെ മൊത്തത്തിലുള്ള പണപ്പെരുപ്പ നിരക്കിൽ ഇളവുകൾ ഉണ്ടായിട്ടും വിലവർധനവ് തുടരുകയാണ്. ഷെങ്കൻ രാജ്യങ്ങളിലേക്ക് തൊഴിൽ വിസ വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി 1.5 കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിൽ ട്രാവൽ ഉടമയായ കാറൽ മണ്ണ 29 മൈൽ കുന്നത്തൊടി വീട്ടിൽ ഹുസൈൻ എന്ന 34-കാരനെ അറസ്റ്റ് ചെയ്തു. തട്ടിപ്പിനിരയായ ഒട്ടേറെ പേർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നുള്ള അന്വേഷണത്തിൽ പല ജില്ലകളിൽ നിന്നുള്ള ആളുകൾ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. 90-ലേറെ പേർ ഇതുവരെ പരാതിയുമായി എത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഓൺലൈൻ ട്രാൻസ്ഫർ വഴിയാണ് പ്രതി പണം വാങ്ങിയത്. ലഭിച്ച പണം പ്രതി സ്വന്തം പേരിൽ സ്ഥലം വാങ്ങുന്നതിനും മറ്റുമായി ഉപയോഗിച്ചതായും പോലീസ് പറഞ്ഞു. പ്രതിയെ പോലീസ് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. സുധീഷ് എന്നയാളിൽ നിന്ന് 15 ലക്ഷം രൂപയാണ് കൈപ്പറ്റിയത്. പലരിൽ നിന്നും പല രീതിയിലാണ് തുക കൈപ്പറ്റിയിട്ടുള്ളതെന്നും പോലീസ് പറഞ്ഞു. പെരിന്തൽമണ്ണ വലിയങ്ങാടിയിൽ ആവശ്യമായ രജിസ്ട്രേഷൻ രേഖകളില്ലാതെ നിയമവിരുദ്ധമായിട്ടാണ് ഇയാൾ മാനേജിംഗ് ഡയറക്ടറായ സ്ഥാപനം പ്രവർത്തിച്ചതെന്നും പോലീസ് പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിൽ പരസ്യം ചെയ്ത് ഷെങ്കൻ യൂണിയനിൽ ഉൾപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിവിധ ജോലികൾ വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതായിട്ടാണ് പരാതി. ഡൽഹിയിലേക്ക് സർവീസ് നടത്തിയ എയർ ഇന്ത്യ വിമാനത്തിന് വ്യാഴാഴ്ച ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചു. ടൊറന്റോയിൽ നിന്ന് പറന്നുയർന്ന മണിക്കൂറുകൾക്ക് ശേഷമാണ് ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചത്. വിമാനം വൈകിട്ട് 3 മണിയോടെ ഡൽഹി രാജ്യാന്തര വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ഇറങ്ങി. പോലീസ് പരിശോധനയിൽ സന്ദേശം വ്യാജമായിരുന്നുവെന്ന് പിന്നീട് തെളിയുകയും ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.